അച്ചാറെ അങ്ങനെ കല്യാണ ദിവസമായി. സത്യത്തില് ഈ നിങ്ങളുടെ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഓരോരോ കഴിവുകളായിരിക്കും അല്ലേ. ചിലർക്ക് ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ, ചിലർക്ക് ഭയങ്കര ചാർമിങ് ആയിരിക്കും. അപ്പോൾ ഇതില് പാട്ട് പാടാനും കാണാനും ലുക്കുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷനാണ്. കാരണം ഇവന്മാരുടെ കൂടെ നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മളൊരാൾ നോക്കില്ല. അപ്പോൾ ഇവൻ കെട്ടിപ്പോണ്ടത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടി ആവശ്യമായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച്. ജോക്സ് അപ്പാർട്ട്, ഞാൻ വളരെ ഹാപ്പിയാണ്. നിൻ്റെ ഈ ഒരു ദിവസത്തിൽ എനിക്ക് എത്താൻ പറ്റാത്തതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. അറിയാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഏ ജവാനി ഹേ ദിവാനിലെ ബണ്ണിയുടെ പോലെയൊക്കെ എൻ്റർ ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ. പക്ഷെ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല എല്ലാം, അല്ലേ. ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ വീണ്ടും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് വെച്ച് കാണും. ആതിര, അതുൽ, ഹാവ് എ happy married life and I'm so happy for you guys and I love you guys so much. So have a great life. മുത്തുമണീസ്, ഇതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ആൻഡ് ഞാനിങ്ങനെ ഇവിടെ കൗച്ചിലിരുന്ന് സംസാരിക്കേണ്ട ആളല്ല. അവിടെ ഓടി നടന്ന് എല്ലാത്തിനും മുന്നിൽ നിന്ന് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു. ബിക്കോസ് യു നോ ഹൗ ആതിര ഹാസ് ലൈക്ക് ബീൻ വിത്ത് മീ ഡ്യൂറിങ് മൈ ബിഗ് ഡേ. എല്ലാത്തിനും ഓടി നടക്കും, അല്ലെങ്കിൽ എല്ലാത്തിലും അവൾ ഉണ്ടായിരുന്നു. അതുപോലെ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. ബട്ട് വി ഹാവ് ബീൻ ചെക്കിംഗ് ഓൺ ആൻഡ് ലൈക്ക് എല്ലാം അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ത്രൂ ഔട്ട് ദ പ്രോസസ്. ഇവിടെ ആണെങ്കിലും മനസ്സുകൊണ്ട് അവിടെ ഉണ്ട്. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് വാട്ട് ടു ടെൽ യു ഗൈസ്, നമുക്ക് എന്ത് പറഞ്ഞാലും ചിലവരുടെ അടുത്ത് കുറഞ്ഞു പോവും എന്ന് ഇല്ലേ, അങ്ങനെയുള്ള രണ്ടാൾക്കാരാണ് എനിക്ക് ലൈഫില്. സോ അങ്ങനെ ഫോർമലായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതാ ഇവിടെ ഒരാളുണ്ട്, ആതിരയുടെ ഹബീബി. വെൽക്കം ടു ദ ക്ലബ്. മോളെ ചക്കരെ, അപ്പൊ എല്ലാം അവിടെ കളറാണ്, ഉഷാറാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മള് ഇല്ല, ഞങ്ങളില്ല. അതിന്റെ ഒരു കുറവ് എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല. അത് ആര് വെച്ചാൽ അങ്ങനെ തന്നെ പറയണം കേട്ടോ. പിന്നെ പറയാനുള്ളത് മച്ചാ മച്ചി ഒന്നും നോക്കണ്ട, കളറാക്ക, പൊളിക്ക. അത് ഉറപ്പാ. അതെല്ലാം സെറ്റാണ്. ഫുൾ ഫ്ലെഡ്ജ് പ്ലാനിങ് എല്ലാം ആയിട്ട് ഫുൾ ഓൺ ആണ്. അടിച്ച് പൊളിക്ക. ജസ്റ്റ് എൻജോയ് യുവർ ഡേ ആൻഡ് ട്രസ്റ്റ് മീ, ആ ഒരു ദിവസം കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു പ്രോസസ്സും ഈ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും മിസ് ചെയ്യാൻ പോകുന്നത്. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. സോ ജസ്റ്റ് ലൈക്ക് ഫുൾ ഓൺ ആയിട്ട് എൻജോയ് ചെയ്യാ, കളറാക്ക, അത്രേ ഉള്ളൂ. ലവ് യു ഗൈസ്, ലവ് യു ഗൈസ്, ലോട്ട്സ് ഓഫ് ലവ്. ഇനി കാണുമ്പോ ഈ കുറവെല്ലാം നമ്മളെ നകത്തോ ഈ മിസ്സായത്. ഓക്കെ, പിന്നല്ല. അപ്പൊ അടുത്ത വാട്ടി സന്ധിക്കും വരെ വണക്കം. അതിലെ അടിച്ചു വിളിച്ച് ഹൽദി ആഘോഷിച്ചോണ്ടിരിക്കുമെന്നറിയാം. ഐ മിസ് ദാറ്റ് മൊമെന്റ്. ഐ മിസ്ഡ് യുവർ മാരേജ്. നിനക്കും ആതിരയ്ക്കും എൻ്റെ വകയും ഋത്തുവിൻ്റെ വകയും ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. അടിച്ചു പൊളിക്കാൻ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിൻ്റെ നെയിം കേൾക്കുന്നത് ശരവണൻ പറഞ്ഞിട്ട്, ശരവണൻ്റെ ഫ്രണ്ടാന്നുള്ള രീതിയിൽ. And I never thought like you will be such an important person in my life. I wish you both every happiness and you are the friend that everyone deserves. Love you. ഹലോ. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് രണ്ടുപേർക്കും. അതിലെ ഇതിന്റെ തുടക്കം നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എനിക്കിത് തുടങ്ങിയതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ബാച്ചിൽ എല്ലാവരും ഇരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ആതിരയുടെ ബാച്ചിൽ അവരെന്തോ ഒരു കാര്യത്തിന് അവിടെ വന്ന് അവർ പോയ സമയത്ത് അന്നാണ് നീ ആദ്യമായിട്ട് ഈ ബി ഫാമിൽ ഒരു മലയാളി കൊച്ചു വന്നിട്ടുണ്ട്. ആ കൊച്ചിനെ നീ കാണുന്നത്. അപ്പൊ ഞാനും കോവട്ടും നേരത്തെ കണ്ടിട്ടുണ്ട്. നീ ഇവിടെ കണ്ടു വന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ ബി ഫാമിൽ ഒരു മലയാളി കൊച്ചിനെ നീ കണ്ട. അപ്പോ നിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഷ് ആയിരുന്നു, ഒരു നാണായിരുന്നു, അല്ലെങ്കിൽ നീ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അന്ന് ലിറ്ററലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഓക്കെ ഇത് വളയ്ക്കാനുള്ള സെറ്റപ്പാണ്.
അന്ന് തമാശക്ക് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇന്ന് ദേ ഇപ്പോടെ കല്യാണത്തിലെത്തി. പിന്നെ രണ്ടുപേരും എനിക്കറിയാം തുടക്കം മുതൽ ദേ ഇന്ന് വരെ. എന്തായാലും നല്ലൊരു വിവാഹാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ഞാൻ ഒപ്പം ഉണ്ടായി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അത്രയ്ക്ക് എനിക്ക് ആഗ്രഹമുള്ളൊരു ഇതാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ എപ്പോഴും ഞാൻ അവിടെ ഉണ്ട് എന്ന് തന്നെ നീ കരുതിക്കോ. എപ്പോഴും എന്തിനും ഇനി എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ വരാൻ എന്തായാലും സാധിക്കില്ല. പക്ഷെ ഒരുപാട് സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് അത് ഈ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ഇനി കൺഗ്രാറ്റുലേഷൻസ് ഡാ അതുൽ, ആതിര. എനിക്ക് അമല് പറഞ്ഞൊരു കഥയല്ല, നിങ്ങളുടെ തുടക്കം മുതൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്കറിയാം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതുൽ, ആതിര റിലേഷൻഷിപ്സ് ഇതൊക്കെ കേൾക്കുമെന്നല്ലാതെ നിങ്ങൾ ഡീപ്പായിട്ട് റിലേഷൻഷിപ്സിനെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതുലിന്റെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നിനക്ക് ഓർമ്മയുണ്ടാവും, നീ മറക്കാൻ ചാൻസ് ഇല്ല അതിലെ. ഫസ്റ്റ് നമ്മള് ഈ പറഞ്ഞ കണക്ക് കണ്ട് ഫസ്റ്റ് ഇയറിൽ വലുതായിട്ട് സംസാരമില്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഒരു വഴക്കുണ്ടാക്കി. നീ എന്തോന്ന് എന്നെ പറഞ്ഞു, റെക്കോർഡ് ബുക്കിന് എന്തോ നീ തമാശയ്ക്ക് പറഞ്ഞ സാധനം. അന്നത് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ട് നിന്റെ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി പോവാ ചെയ്തത്. പക്ഷെ ഗ്രാജുവലി നിന്നെ ഞാൻ അറിഞ്ഞു വന്നപ്പോൾ, അതായത് ഞാൻ എന്തിനാ ദേഷ്യപ്പെട്ടത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് റിഗ്രറ്റ് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ബിക്കോസ് എനിക്ക് ഉണ്ടായിരുന്നൊരു ഇംപ്രഷനെ, ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരാളെ ആയിരുന്നില്ല നീ. ടു ബി ഫ്രാങ്ക്, എനിക്ക് കിട്ടിയ നല്ല ഫ്രണ്ട്സില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നീ. അതെനിക്ക് പറയാൻ പറ്റും. ആൻഡ് എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് നീ റിലേഷൻഷിപ്സിന് എത്ര വാല്യൂ കൊടുക്കുന്നു എന്നുള്ളത്. അത് ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഇപ്പം നിങ്ങളുടെ മാരേജിൽ ഇപ്പം പറഞ്ഞ കഥയിൽ നിന്ന്, അതായത് ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ട് അതൊരു വിവാഹം വരെ എത്തി വരുമ്പോ അതിന് നീ കൊടുക്കുന്ന വാല്യൂവും വലുതാണ്. അത് ജസ്റ്റ് ഇത് മാത്രമല്ല, ഞാൻ പൊതുവെ നിന്നോട് സംസാരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയതാണ്. യു ആർ വെരി ജെനുവിൻ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. വി ഹോപ്പ് ഒരുപാട് സന്തോഷമായിട്ടിരിക്കട്ടെ, ഒരുപാട് നാൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അല്ലേ? അപ്പൊ ഓക്കെ, എൻജോയ് യുവർ ഡേ. ബൈ ബൈ ബൈ.